ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിത് അവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നാളെ ചാരുട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. നാളെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ 5 മിനിറ്റ് എങ്ങനെയുള്ളൂ ബാക്കി. അപ്പം ഞങ്ങൾ അവൾക്ക് ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുക്കാൻ കേട്ടോ വിചാരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ചാരുട്ടി കുറേയായി അവളുടെ ബർത്ത്ഡേ ഇങ്ങനെ എണ്ണി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എപ്പോഴും എന്നോട് പറയും എൻ്റെ ബർത്ത്ഡേ ആവാനേ എന്നൊക്കെ. അപ്പോൾ അവളിങ്ങനെ അത്രയും എക്സൈറ്റഡ് ആയിട്ട് അവളുടെ ബർത്ത്ഡേ ഇങ്ങനെ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു അവൾക്ക് ചെറിയ രീതിയിലൊരു സർപ്രൈസ് നമുക്ക് കൊടുക്കാമെന്ന്. ഹലോ ഗായ്സ്, നാളെ ചാരുട്ടീൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ നമ്മൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 11:55 എന്നിട്ടവിടെ ബലൂണ് സെറ്റാക്കുകയാണ്. അവൾ ഉറങ്ങുകയാണ്. അവൾക്ക് ഡൗട്ടുണ്ടോ? എനിക്ക് ഡൗട്ടുണ്ട്. അപ്പം നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടാട്ടോ അപ്പോൾ അത് ചെയ്യുന്നത്. കാരണം അവൾ എല്ലാ കാര്യങ്ങളും വേഗം കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അതാ പ്രശ്നം. അതപ്പോൾ ഇപ്പോൾ നമ്മൾ ബലൂൺ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ അവളവിടെ സെറ്റാക്കിയിട്ട് എനിക്കധികം സൗണ്ടിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ മെല്ലെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാരുട്ടിക്ക് ഇപ്പോൾ 9 വയസ്സാട്ടോ. നാളെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് അവളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റില്ല, എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമല്ലോ. എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡാണ് അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണാമല്ലേ അല്ലേ ചേട്ടാ? ഇപ്പോൾ സമയം ഒരു 11:55 ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ബലൂണൊക്കെ ഇങ്ങനെ സെറ്റാക്കുകയാണ്. അടുക്കളയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സെറ്റാക്കുന്നത്. കാരണം അവൾ പെട്ടെന്ന് എല്ലാ കാര്യം മണത്തറിയുന്നതിനെ കൊണ്ട് നമ്മൾ ഭയങ്കര പതിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്കുണ്ടല്ലോ ഇങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റും സർപ്രൈസൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങളും എന്നെ പോലെ തന്നെയാണോ? എനിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ചാരുട്ടിക്കായാലും ഏട്ടനായാലും ആർക്കായാലും ഞാനിങ്ങനെ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് എൻ്റെ കയ്യിലൊതുങ്ങുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ചാരുട്ടിക്ക് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി സ്പെഷ്യലാണല്ലോ. കത്തിച്ചിട്ട് വിളിക്കാം കേട്ടോ നമുക്ക്. യെസ്, നമുക്ക് ചാടിനെ വിളിക്കാം. ലൈറ്റ് Happy birthday to you. Happy birthday to you. Happy birthday ചാരുട്ടി. എന്താണ് ലൈറ്റ് ഇടട്ടാ? സന്തോഷമായോ? ഹാപ്പി ആയോ? ലൈറ്റ് ഇട്ടെടുക്കാം. ഇപ്പോൾ നാളെ പോയി നിന്നോ ചാരുട്ടിയെ? എങ്ങനെയുണ്ട് സർപ്രൈസ്? അടിപൊളിയായോ? ഇഷ്ടമായോ? എന്തേ പറയ്, എന്ത് പറ, ഇങ്ങോട്ട് നീ പറ. ഇഷ്ടമായി? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്തെങ്കിലും. സത്യം പറയും. അപ്പം ഒക്കെ എത്ര വയസ്സായി? വയസ്സ് പറയാൻ പാടില്ലല്ലേ? എത്ര വയസ്സായി? അപ്പം നമുക്ക് കേക്ക് കട്ടേ വാ. സ്പൂൺ വെച്ചിട്ട് പറയുമ്പോൾ ഊതാതെയോ? സ്പൂണ് വെച്ചിട്ടാട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്.
ശരിക്കുണ്ടല്ലോ അവൾക്ക് ഈ സർപ്രൈസ് കൊടുത്തപ്പോൾ അവളെക്കാളും കൂടുതൽ സന്തോഷമായത് ഞങ്ങൾക്ക് കേട്ടോ. കാരണം ചാരുട്ടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങളെ ഫസ്റ്റ് ബേബി അതിനെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് ഓമനിച്ച് വളർത്തിയൊരു മോളാട്ടോ. പക്ഷെ ആ ഒരു ഓമനിച്ച് വളർത്തിയെങ്കിൽ കൂടിയും അവൾക്ക് അതിൻ്റേതായിട്ടുള്ള ഇതൊന്നുമില്ല കേട്ടോ. അവൾ ഭയങ്കര മെച്യൂർഡാണ്. ഈ ഒരു 9 ഇയേഴ്സ് ഒരു 9 വയസ്സുള്ള കുട്ടി കാണിക്കുന്നതിനേക്കാളും ഭയങ്കര മെച്യൂർഡായിട്ട് അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൂടെ നിൽക്കാറില്ല. ഞങ്ങളെ ബുദ്ധിമുട്ടായാലും ഞങ്ങളെ സന്തോഷമായാലും സങ്കടമായാലും എല്ലാം അവൾ മനസ്സിലാക്കി ഞങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് തോന്നാറില്ല. ഞങ്ങളെന്നെ ചില സമയങ്ങളിൽ ഞെട്ടാറുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കാത്ത പല കാര്യങ്ങൾ വരെ അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു വോയിസ് ഇവിടെ കൊടുക്കണം തന്നെ തോന്നി. കാരണം ഈ ഒരു സന്ദർഭത്തിൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഞങ്ങൾ ഭയങ്കര ലക്കിയാണ് ഇങ്ങനെ ഒരു മോളെ കിട്ടിയത്. ഞങ്ങളെല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നൊരു മോളാട്ടോ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് അവൾക്ക് ഈ സർപ്രൈസ് കൊടുത്തപ്പോൾ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതിനെ കൊണ്ടാട്ടോ ഈ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതാ ഈ ചാരുട്ടിക്ക് നമ്മൾ ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സാധനം കുറേ വാങ്ങണമെന്ന് പറയുന്നു. അപ്പോൾ അവൾക്ക് സർപ്രൈസ് ആയത് കൊടുത്തിട്ട് നമ്മളെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല. അതേപോലെ അവർ തിരിച്ചാ സ്നേഹം തരുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഏട്ടനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാരുട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. അതുവരെ എല്ലാവർക്കും ചാച്ചാ.